എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴെ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കാത്തൻ്റെ കീഴിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, റഫു എടുക്കുന്നു. റഫു ഫസ്റ്റ് വൺ, ബ്ലഡി ബഗർ. ഇതെന്റെ മനസ്സിൽ തോന്നിയത് റഫു എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ തോന്നിയതല്ലേ? അതൊക്കെ കിട്ടി. ബ്ലഡി തെണ്ടി ബ്ലഡി ഫുൾ ബ്ലഡി ബഗർ സിനിമയുടെ ഒഫീഷ്യൽ ട്രailer നെക്സ്റ്റ് വീക്കിൽ വരും എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റൂമേഴ്സ്. നമ്മുടെ കവിൻ നായകനാവുന്ന സിനിമയാണ് ബ്ലഡി ബഗർ. ഞങ്ങളുടെ കഥ പറയുന്ന, അല്ല എൻ്റെ കഥ പറയുന്ന, നമ്മുടെ കഥ അങ്ങനെ പറഞ്ഞാൽ മതി. സിംഗം എഗൈൻ. ഞാൻ വീണ്ടും അങ്ങനെ തന്നെയാണ് ഒക്ടോബർ 7-ാം തീയതി ട്രെയിലർ പുറത്തു വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഒക്ടോബർ 6-ന് ബുൽബുലിയ 3-യുടെ ട്രെയിലർ വരുന്നുണ്ട്. അടുത്ത ബോളിവുഡ് ട്രെയിലർ അടുത്ത ദിവസം തന്നെ. സിംഗം എഗൈൻ, രോഹിത് ഷെട്ടി സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. കോപ്പ് യൂണിവേഴ്സിൽ വരുന്ന സിനിമയാണ്. കോപ്പിലെ യൂണിവേഴ്സ്. ഓക്കെ, അടുത്ത കിഴി ഗുഡ് ബാഡ് അഗ്ലി. പ്രസന്ന ഓൺ ബോർഡ്. നമ്മുടെ അജിത് കുമാറിൻ്റെ കൂടെ പ്രസന്ന. ഓക്കെ ഓക്കെ. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് കേട്ടോ, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ദളപതി വിജയ് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു. നമ്മുടെ അജിത് കുമാർ ആള് റേസിംഗ് ക്ലബ്ബ് തുടങ്ങുകയാണ്. ആളുടെ പാഷനായിട്ട് ആളിനി ആ വഴിക്ക് പോകുമോ, സിനിമ ചെയ്യോ അതിന്റെ ഇടയിലൂടെ എന്നുള്ളതൊക്കെ നമുക്ക് സിനിമ കണക്ക് തന്നെയായിരിക്കും. വർഷത്തിൽ എല്ലാവരും അങ്ങനെ തന്നെയാ. പക്ഷെ തീരെ അല്ലാതാക്കുമോ എന്നൊക്കെ ഒരു പേടി. എന്താണ് കിഴിയാനിപ്പ് എടുത്തിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. മാർക്കോ സിനിമയുടെ ഒരു ചെറിയൊരു അപ്ഡേഷൻ, അതായത് ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. എന്താണെങ്കിലും ക്രിസ്മസ് റിലീസായിട്ടാണ് സിനിമ പ്ലാൻ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒഫീഷ്യലി അവരുടെ വക തന്നെ ക്രിസ്മസിന് റിലീസായിട്ട് എത്തും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഉണ്ണിമുന്നന്റെ ഒരു പോസ്റ്റ് ഉണ്ട്. ഒരു കിടുക്കാച്ചി എന്ന് പറഞ്ഞാൽ പോരാ, ഏജാതി ലുക്ക്. ഇതിനകത്ത് മാർക്കോന്റെ സെറ്റില് ഉണ്ണിമുന്നൻ കാണാൻ തുടങ്ങിയപ്പോ മുതല് ഭീകര ലുക്കാട്ടോ. പൊളി, പറയാണ്ടിരിക്കാൻ പറ്റില്ല. അട്ടാറ ലുക്ക്. എന്തായാലും ക്രിസ്മസിന് ഇവര് കേക്ക് കട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. കട്ട് ചെയ്യട്ടെ. അത് കേക്ക് ഏത് തരത്തിലുള്ള കേക്കായിരിക്കും? മനുഷ്യന്മാരെ പീസാക്കുന്നതാണോ അവരെ കേക്ക് എന്നുള്ളതാണ്. ഇറച്ചിയൊക്കെ അരച്ച് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോ ചോര ഇങ്ങനെ ഒഴുകി. ഞാൻ എന്ത് ക്രൂരനാണ്. സിനിമ കണ്ടടക്കുന്നത് പറയുമ്പോ നല്ലോണം പറഞ്ഞു വിടുന്നുണ്ട്. എന്താ അവസ്ഥ അത്. ഓക്കെ, അടുത്ത കിഴി എമ്പുരാൻ. എമ്പുരാൻ സിനിമയുടെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ പൃഥ്വിരാജ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് ഇവരുടെ ഗുജറാത്ത് ഷെഡ്യൂളില്ലേ, അതിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഒരു ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട് ഹൈദരാബാദിലേക്ക്. കുറഞ്ഞ ദൂരമുള്ളൂ, 1400 കിലോമീറ്റർ. ചെറിയൊരു സിനിമ എന്ന് പറയുന്നത് പോലെ. അതെ, അവരെ എത്തിയിട്ടുണ്ടെന്ന് കേട്ടോ കണ്ടത്. അവരുടെ ലൊക്കേഷൻ ടീമുകൾ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കേട്ടിരുന്നത് ഗുജറാത്ത് കഴിഞ്ഞാൽ നേരെ ദുബായ് എന്നായിരുന്നു. ഇപ്പൊ അതിനിടയിൽ ഒരു ഹൈദരാബാദ് കയറി വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തത് റൈഫിൾ ക്ലബ്. നമ്മുടെ സുരഭിയുടെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. സുരഭിയുടെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഇട്ടേക്കുന്ന പോസ്റ്ററാണ്. ഹാപ്പി ബർത്ത്ഡേ സൂസൻ. സൂസൻ ഒരു ഇടിവെട്ട് ക്യാരക്ടറാണെന്ന് തോന്നുന്നുണ്ടോ. ആളുടെ സെലക്ഷനും ഒരു രക്ഷയില്ല കേട്ടോ. ആൾക്ക് കിട്ടുന്ന സിനിമകളും ഇപ്പൊ നല്ല സ്വീകാര്യത കിട്ടുന്നുണ്ട്. നല്ല അടിപൊളി ക്യാരക്ടേഴ്സ്. ഓക്കെ, അടുത്ത കിഴി മാർട്ടിൻ. ഓക്കെ, കന്നഡ മൂവി മാർട്ടിൻ സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. US സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ സിനിമയുടെ, അതായത് ഈ മാർട്ടിൻ ആന്തം വന്നിട്ടുണ്ട്. മാർട്ടിന്റെ ക്യാരക്ടറിന്റെ ആന്തം. അതിനൊക്കെ ആന്തമുണ്ട്. അല്ലല്ലോ, അന്തം ഇല്ലാന്നായിരിക്കും പറയാൻ പറ്റില്ല. ഇതെന്താണ്, എന്തോ ഒരു വലിയ സാധനം ഉരുട്ടിക്കൊണ്ട് വരുന്നുണ്ട്. ഒന്നെങ്കിൽ അല്ലെങ്കിൽ അങ്ങ് പുഷ്പിച്ചു വരും. പറയാൻ പറ്റില്ല ഏത് രീതിയിലാണ് തരുന്നത്. ബോഗൈൻ വില്ലന്റെ പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്, കാണാം. ഓക്കെ, അടുത്തത്
വേട്ടയ്യാൻ. ആ ആള് വയ്യ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആർക്ക് സോറി ആള് ഓക്കെ ആയി എന്നുള്ളതാണോ കേൾക്കുന്നത്? ഡിസ്ചാർജ് ആയിട്ടുണ്ട് ആളെന്താ, ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും വേട്ടയൻ സിനിമയുടെ ഒരു ഫസ്റ്റ് റിവ്യൂ നമ്മുടെ അനിരുദ്ധ തന്നിട്ടുണ്ട്. വന്നു. അപ്പൊ പിന്നെ ഇനി നോക്കണ്ട, കപ്പിട്ടിട്ടുണ്ട്. ആള് വിജയിച്ചു എന്നുള്ളതാണ് ആളുടെ കണക്കൂട്ടല്. ഇപ്പൊ പിന്നെ അതിന് വലിയ പ്രാധാന്യം കിട്ടുന്നില്ല, എല്ലാത്തിനും ഇടുന്നുണ്ട്. അതിന് പലതും പൊട്ടുന്നുണ്ട്. അങ്ങനെ വരുമ്പോ തന്നെ വല്ലാണ്ട് ശ്രദ്ധിക്കില്ല. ഈ എല്ലാത്തിനും ഇത് താൻ ചെയ്തത് വലുത് എന്നുള്ള രീതിയിൽ എല്ലാത്തിനും അങ്ങനത്തെ ഒരു. ഓക്കെ, അടുത്ത കിഴി. അടുത്തത് വലിച്ചങ്ങ് എടുക്ക്, പിന്നെ അല്ലാണ്ട് എറിഞ്ഞങ്ങ് തുറക്ക്. നോക്കട്ടെ, നീയാണല്ലേ കർണൻ സിനിമ നിന്ന് പോയി എന്നുള്ള പല റൂമറുകളും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നിന്നിട്ടില്ല. പ്രൊജക്ട് ഓണാണ്. ഓക്കെ, സന്തോഷമായില്ലടാ? സന്തോഷമുണ്ട്. സൂര്യ next project with Surya, is that happening? Are the reports right or not? What do you say? Fingers crossed. Yeah. That means plans are quite underway. 100%. 100%. So that's 100% definitely happening. അപ്പൊ എന്തായാലും സംഭവിച്ചിരിക്കും എന്നാണ്. കർണനായിട്ട് നമ്മുടെ നടിപ്പിൻ നായകൻ സൂര്യ. ബോളിവുഡ് ചിത്രം, വമ്പൻ ബഡ്ജറ്റിൽ വരുന്ന സിനിമ. അപ്പൊ എന്തായാലും അത് ഓണാണ്, ധൈര്യമായിട്ടിരിക്കും. അടുത്തത് ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ട നിൽക്കും കുതിര. പച്ചക്കുതിര. നീ കടങ്കഥ ചോദിച്ചതല്ലായിരുന്നു. എന്നാ അതിന് മറുപടി ഇതാ. കടങ്കഥ എന്താണ് അതിന്റെ ഉത്തരം? ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ട നിൽക്കും കുതിര. ചെരുപ്പ്. പോടാടുന്നു. ചെരുപ്പൊന്നല്ല. എന്തായിരുന്നു? ചെരുപ്പാണോ? എനിക്കറിഞ്ഞൂടാ. അതല്ല നമ്മുടെ വിഷയം. ഓടും കുതിര ചാടും കുതിര. അവര് പറഞ്ഞോളൂ. തന്നോളൂ. ഓടും കുതിര ചാടും കുതിര നമ്മുടെ ഫഹദ് ഫാസിൽ നായകനാവുന്ന സിനിമയാണ്. നമ്മുടെ കല്യാണി പ്രദർശനാണ് നായികയായിട്ട് വരുന്നത്. സിനിമ സംവിധാനം ചെയ്യുന്നത് അൽത്താഫ്. സിനിമയുടെ റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്യുന്നത് 2025 വിഷു ദിനം. വിഷു റിലീസായിട്ട്. വിഷു റിലേറ്റഡ് ആയിട്ടുള്ളത്. അതിനെ തൊട്ടൊക്കെ അടുത്തായിട്ടുണ്ട്. ഓക്കെ, എടുക്കോ, അടുത്ത് തരൂ. ഹൃദയപൂർവ്വം. അത് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു അലികലാണ്. അത് ഞാൻ പറഞ്ഞത് കേട്ടിട്ടാണ്. നീ അലിയല്ല, നീ ഞെട്ടിയിട്ടുണ്ടോ? ഹൃദയപൂർവ്വം പറയുമ്പോ അതിൻ്റെതായ രീതിയിൽ പറയണമെന്നാണ്. അത് കംപ്ലീറ്റ് ചെയ്ത് പറയണം. ഹൃദയപൂർവ്വം ലാലേട്ടൻ, അപ്പോഴാണ് പൂർത്തിയാവുള്ളൂ. എന്താണെങ്കിലും ഇത് കേട്ടിട്ടുണ്ട് നമ്മൾ ഈ ഏഷ്യാനെറ്റിലൊക്കെ. ഹൃദയപൂർവ്വം സോങ്ങുകളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കേട്ടോ. കാലഘട്ടം കുറെ മുന്നോട്ട് പോകും. എന്താണെങ്കിലും ഹൃദയപൂർവ്വം സിനിമ നമ്മുടെ ലാലേട്ടൻ നായകനാക്കി സത്യനന്ദിക്കാട് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന സിനിമ. സിനിമയിൽ ലാലേട്ടനെ കൂടാതെ ഐശ്വര്യലക്ഷ്മി ലാലേട്ടന്റെ നായികയായിട്ട് എത്തും എന്നാണ് കേൾക്കുന്നത്. പിന്നെ സംഗീത, നമ്മുടെ പഴയ നടി, ചിന്താവിഷ്ടയായ ശ്യാമള. എന്താണെങ്കിലും അത് തന്നെ സാധനം. എന്താണെങ്കിലും സിനിമയുടെ ഷൂട്ട് ഡിസംബറിൽ തുടങ്ങും എന്നാണ് കേൾക്കുന്നത്. ആശീർവാദ് സിനിമാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം, ഗോട്ട്. നമ്മുടെ വിജയ്ക്ക് ഗോട്ടിൻ്റെ ഒരു മോതിരം സമ്മാനിച്ചിട്ടുണ്ട് ഇന്നലെ പൂജേൻ്റെ ഇടയ്ക്ക് കിട്ടും. ഏതിൻ്റെ പൂജ? ദളപതി 69 പൂജേൻ്റെ ഇടയ്ക്ക്. കിഡിലൻ ഒരു ഫോട്ടോ ആണത്. അത് ആള് പോസ്റ്റും ചെയ്തു. അതിട്ടു വിജയ്. ആള് തന്നെ ഇൻസ്റ്റയിൽ തട്ടിയിട്ടുണ്ട്. കിടിലൻ സാധനമാണ്, അതുകൊണ്ട് ഇടാം. കണ്ടപ്പോൾ ഭയങ്കര ത്രില്ല് തോന്നി. ആൽഫ സിനിമയുടെ റിലീസ് ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഡിസംബർ 25, 2025. ഓക്കെ, ആലിയ ഭട്ട് നായികയാവുന്ന സിനിമയാണ്. ശിവ് റോവൽ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ. ഓക്കെ, അപ്പോൾ കിഴി എപ്പിസോഡ് ഗംഭീരമായിട്ട് ഇവിടെ തീർന്നിട്ടുണ്ട്. ഗംഭീരമായല്ലോ എന്നുള്ളത് നിങ്ങൾ പറയണം. കിഴി എപ്പിസോഡ് നേരെ ഇവിടെ തീർന്നിട്ടുണ്ട്. ശേഷമായിട്ട് ഉടനെ വരാം. ബൈ.